ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മുടെ സിറ്റി ആകെ പൊളിഞ്ഞാകെ നാശമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീട് ഇവിടെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് എപ്പിസോഡ് കാണാത്തതാണ്. ഇപ്പോൾ കണ്ടു നോക്കുക എന്താ സംഭവിച്ചത്. അതിൽ നിന്ന് ആ TNT ഞാൻ പൊട്ടിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ ജീവനക്ക് തിരിച്ച് കിട്ടി, അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എന്തായാലും നമ്മളെ സിറ്റിയിലാണ് ആൻഡ് നമ്മളിതാ ഇറങ്ങാണ്. അപ്പോൾ എന്തായാലും സിറ്റീൻ്റെ പരിസരമൊക്കെ ഒന്ന് നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസൊക്കെ രേഖപ്പെടുത്തുക. MSRPനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എന്തായാലും നമ്മളെ വീട് ഇനി റീബിൽഡ് ചെയ്യണമെന്നുണ്ട്, പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ബെഡ്റൂം മാത്രം ബാക്കിയായി കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു. പിന്നെ പൈസ ഇല്ല, ആകെ നഷ്ടത്തിനാണ്. ഭക്ഷണം തന്നെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കോഴികളെ താക്കിയിട്ടാണ്. എന്തായാലും കൂടുതൽ സമയത്താണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ വീട് മൊത്തത്തിലാകെ നാശമായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ ഈ ഷീൽഡും കുന്തറാണങ്ങളും മാത്രമേ മാത്രമേ ഉള്ളൂ. എന്തായാലും ആകെ ഒരു പരിപ്പായി ഇളക്കി കിടക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഈ വീട് മൊത്തം റീബിൽഡ് ചെയ്ത് വരാം. ഗ്ലാസ് വേണം, കോൺക്രീറ്റ് വേണം. പക്ഷേ ഈ ഒരു പാലത്തിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ പരിസരം മൊത്തം കണ്ട ഒരു ഇതാണ്. ആകെ ടെക്നോബ്ലേഡ് കണ്ടോ, അത് മാത്രം ഒരു ജീവനോടുണ്ട്. ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിക്കണം. ഒന്നുമില്ല പറയുകയാണെങ്കിൽ, ഇവിടെ ഒന്നുമില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. മൊത്തത്തിൽ ആകെ സീന കപൂറാണ്. പക്ഷേ ഇവിടെ എന്തായിരുന്നു, ഇവിടെ എന്തൊട്ട് ഞാൻ ഇത് റെയിൽ എന്താ ഞാൻ ഇപ്പോൾ നോക്കുന്നത്, ഇവിടെ എന്ത് സംഭവം എനിക്കൊന്നും ഈ റെയിൽ വെച്ചിട്ട് അവൻ ഈ ചെയ്ത ആൾ TNT പൊട്ടിച്ച ആളെന്ന് തോന്നണം. റോഡും ഇതൊക്കെ ഈ ലൈറ്റും വെച്ചിട്ട് ഞാൻ ഇവിടെ താമസിയായി. ആലോചിച്ചൊക്കെ ഈ പൊളിഞ്ഞ വീട്ടിൽ ഈ ബെഡിലിങ്ങനെ കിടന്നുറക്കുന്നത്. അതാണ് അവസ്ഥ എൻ്റെ. എന്ത് പറയാനാണ് ഗൈസ്. അതൊരു ബാത്റൂം ഉണ്ടാക്കിച്ചായിരിക്കും, ബാക്കി സാധനങ്ങളൊന്നുമില്ല, ഒക്കെ പൊട്ടിപ്പോയി. അതവസ്ഥ ഫുള്ള് നേച്ചറിലാണ് പരിപാടിയൊക്കെ. നേച്ചർ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവസ്ഥ. എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീടൊന്ന് റീബിൽഡ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം. ഇതാരാ, ആരാണിത്, എവിടെയാണ് സ്വാമിജി? RJ സ്വാമി ഇവിടെ ഉണ്ടായിരുന്നോ? താങ്കൾ കണ്ടിട്ടോ എത്ര മാസങ്ങളായി? 8 മാസം 10 മാസമായില്ലേ? ഞാൻ തിരിച്ചു വന്നപ്പോഴല്ലോ നാം കാണുന്നത് ഇവിടെ എല്ലാം പൊട്ടിക്കിടക്കുന്നു. ഇതെന്റെ വീട്. ഇതെന്താ ഞാൻ ആ ബെഡ് ഇത് കണ്ട. ഞാൻ ഈ ബെഡും വെച്ച് ഇവിടെ കിടക്കണ് പോകട്ടോ. വേറെ ഒന്നുമില്ല എനിക്ക്. ഏതോ ഇല്ല, ഞാൻ അല്ല അങ്ങനല്ലേ. ഇതിനൊക്കെ മുമ്പേ ഇവിടെ സംഭവങ്ങൾ നടന്നു. പിന്നെ താമസിക്കാനും പോരാടൊന്നും ഇല്ലല്ലോ, എല്ലാം പൊളിഞ്ഞുകൊണ്ടല്ലോ. ചുറ്റുപാടം കണ്ടില്ലേ? കാണിച്ചുതരാം വാ. അങ്ങോട്ട് നോക്കൂ, അവിടെ കണ്ട ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ദൂരെ ആ ടെക്നോബ്ലേഡ് അതിനെ മാത്രം ഒന്നും ചെയ്തില്ല, ബാക്കിയുള്ളതിനൊക്കെ ഇതാക്കി. ഇവിടെ കുറെ സാധനം ഇവിടെ കണ്ട. അത് നോക്ക്, പറക്കണ സാധനം. അയ്യോ ഞാൻ താഴ്ത്തു. നിനക്ക് വീടുണ്ടായിരുന്നു അതപ്പോ? ആ ക്ലോക്ക് ടവർ മാത്രം പൊട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു സംശയം ഒരാളെ പറ്റിയിട്ടുള്ള. ആരായിരിക്കും ആ ക്ലോക്ക് ടവർ ഉണ്ടാക്കിയത്? ആരാ പറ, ആരാ ഉണ്ടാക്കിയത്? അത് മാത്രം പൊട്ടിയിട്ടില്ല, ടെക്നോബ്ലേഡും പൊട്ടിയിട്ടില്ല. ടെക്നോബ്ലേഡ് ആരാ ഉണ്ടാക്കിയത്? ഞാനല്ല, ഗെയിമർ ബോയാ. ഇത് ഞാൻ ഉണ്ടാക്കിയത്. ടവറിന്റെ സൂര്യ മാത്രം മുകളിലുണ്ട്, വേറെ ഒന്നുമില്ല. കണ്ട കണ്ട് അവിടെ ആരോ ഭയങ്കര ദേഷ്യം തീർത്ത പോലെ ഉണ്ട്. കാരണം എന്റെ ഇത് മാത്രം. എന്താ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ അവിടെ. എന്താ ആരും ഉണ്ടാത്തത്? കോപത്തിലാണ് തോന്നുന്നു എല്ലാരും. കോപത്തിലല്ല മിസ്സേ, കോപം. അല്ല സ്വാമി ഞാൻ കാര്യം പറയാം. സ്വാമിനോട് കാര്യം പറഞ്ഞില്ല. ആരാന്ന് തെളിവാ പറഞ്ഞില്ല. ചില്ലോ ഈ ടവർ കണ്ട, ആ ക്ലോക്ക് ടവർ അത് ആരുണ്ടാക്കിയത്? അവിടെ ടെക്നോബ്ലേഡ് ആരുണ്ടാക്കിയത്? GB. അത് ആ രണ്ടെണ്ണത്തിന് മാത്രം ഒരു പ്രശ്നമില്ല. കണ്ട എല്ലാം പൊട്ടിച്ചാൽ അതും പ്രശ്നമല്ല. ലാവണ്ട ബുദ്ധി യൂസ് ചെയ്യ്. എല്ലാ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആമ പൊട്ടിക്കണല്ലോ. അത് ആമ വേറുണ്ട്. മേറുണ്ടാക്കി. പട്ടി മൂച്ചൊക്കെ ആമയൊക്കെ മേറിന്റെ ആണ്. ഇവിടെ ഒരു പൂച്ച സൗണ്ട്. എല്ലാരും സിറ്റിയിൽ ഉണ്ടായിരുന്നു.
ലാസ്റ്റ് ദിവസാ എന്നോട് ഞാനിങ്ങനെ അറിയുന്നെ. ഏ അറിയത്തില്ല. ഏ ഏ ഏ അറിയില്ല. ഇയ്യ. ദിവസം എന്താ ഉണ്ടായെന്ന് നിനക്ക് ഒട്ടും അറിയത്തില്ല. എന്തുണ്ട് ഞങ്ങൾക്കറിയാം നിനക്കറിയില്ലേ ഞങ്ങൾക്കറിയില്ലല്ലോ ഏത് ദിവസം ഇവിടെ എത്ര ലാസ്റ്റ് ദിവസം ഉണ്ട് ഏത് ലാസ്റ്റ് ദിവസം സിറ്റിന്ന് പോയ ലാസ്റ്റ് ദിവസം. ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടൊന്നുമില്ലെന്ന് ഞാൻ പോയായിരുന്നു. ഞാൻ ഈ സിറ്റിന്ന് പോയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ ആരും ഞാൻ ഒരു കുഴിന്റെ അകത്തായിരുന്നു അതായത് പറഞ്ഞ GB മാത്രം മാറിക്കണ്ട അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറ ഞാൻ വന്നു ഞാൻ ദൂരേക്ക് പോടാ അപ്പൊ ദൂരേക്ക് പോയി ചവയ്ക്കും അല്ലേ? പറ ഈ സാമ്യ വിശ്വാസം ഇല്ല. എനിക്ക് നിന്നെ വിശ്വാസം ചെയ്യാത്ത എനിക്ക് നിന്നെ വിശ്വാസം ചെയ്യാം കൂടോത്രം ചെയ്യും. അല്ല നിനക്ക് അല്ലല്ലേ ഉണ്ടായെന്ന് പറ. ഓർമ്മയുള്ള കാര്യം. ഞാൻ ഓർമ്മ വെയിറ്റ് എനിക്കൊരു കാര്യം പറയണ്ട എനിക്കൊരു കാര്യം വേണ്ട വെയിറ്റ് പിന്നെ ആര് തള്ളി എനിക്കൊരു കാര്യം ഓർമ്മ വന്നു സാമ്യത്തിന് നീ പൂട്ടിയിട്ടത്? അടാ ലാസ്റ്റ് ദിവസം ഞാൻ ഇത് കൂടി എന്റെ ചുറ്റുവട്ടം മൊത്തം കാണുമ്പോ ജീവി TNT പിടിച്ചിട്ട് ആ അറ്റത്തുള്ള ഓരോ സാധനങ്ങൾ പൊട്ടിക്കണ കണ്ടിരുന്നു ഞാൻ ആ എവിടെയാണെന്നറിയാ പറയാ ബാങ്കിന്റെ ഭാഗം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ആ പറ ഞാൻ ആ. ഈ പറഞ്ഞ സെയിം സംഭവം ആ. എന്റെ പോക്കറ്റ് ക്യാമറയില് ആ. റെക്കോർഡ് ആയ കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പോക്കറ്റ് ക്യാമറയിൽ കണ്ടിട്ട് വിശ്വസിച്ചു ആ ഈ പറഞ്ഞ പൊട്ടിക്കുന്നത് ഞാൻ എന്റെ ഓർമ്മയിൽ ഇപ്പൊ എന്റെ പോക്കറ്റ് ക്യാമറ ഉണ്ട് എന്റെ പൊട്ടിക്കുന്നത് എന്റെ കയ്യിൽ TNT പറയുന്നതൊക്കെ ഈ റാൻഡ് പറഞ്ഞ ഈ സെയിം സംഭവം എന്താണെന്ന് അറിയാമോ? ആ. ഈ GB എന്ന് പറഞ്ഞതിന് പകരം റാൻഡം എന്ന് പറയണം. ആ കൂട്ടിച്ചേർത്ത് ആ എനിക്ക് മറ്റേ ക്ലിപ്പ് ഓർമ്മയുണ്ട് GB മറ്റേ പോക്കറ്റ് ക്യാമറ കാണിച്ചു അപ്പൊ അവസാനം ഞാനായി ആ ഇപ്പൊ എല്ലാം എടാ ക്ലോക്ക് ടവർ അല്ല വെയിറ്റ് എനിക്ക് ദേഷ്യം ആ ക്ലോക്ക് ടവർ ഒക്കെ ഞാൻ പൊട്ടിക്കും നമ്മളിങ്ങനെ കിടന്ന് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ അപ്പൊ നമ്മളൊരു പ്രോപ്പർ സൊല്യൂഷൻ എനിക്ക് ഒരാളുടെ കാര്യം പറയാം. ഞാന് സിറ്റിന്ന് പോയപ്പോ എനിക്ക് സ്വാമീനെ സംശയം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ അപ്പൊ രണ്ടുപേർക്ക് സ്വാമിയെ സംശയം ഞാൻ പൂട്ടിയിട്ട് പോയി. അപ്പൊ പിന്നീട് ഞാൻ തിരിച്ചു വന്ന് തുറക്കുമ്പോഴും സ്വാമി അതിന്റെ ഉള്ളിൽ തന്നെയാ. ഞാൻ പിന്നീട് തിരിച്ചു വരുമ്പോ സിറ്റി ഫുൾ തകർന്നിട്ടുണ്ട്. അപ്പൊ സ്വാമി അല്ല എന്തായാലും. അല്ല കുറച്ച് ക്യാരറ്റ് അല്ല ഒരു മിനിറ്റ് ലാവൻഡർ ഒരു മിനിറ്റ് ലൗസ കാര്യം എങ്ങനെ ക്ലിയർ ആയെന്ന് തന്നെ വിചാരിക്കാം. ആ സില്ലുവിനെ ആരോ ബാക്കിൽ നിന്ന് തള്ളിയിട്ടു ആരോ തള്ളിട്ടെ ഏത് കാലത്താ തള്ളിട്ടെ പറയില്ലല്ലോ, ആരാന്ന് പറയില്ലേ. എന്നെ ഏതൊരുത്തൻ തള്ളി അങ്ങ് വിട്ടു താഴോട്ട്. ഞാൻ തെന്നി ഒരു തെന്നാണോ ഒരു തീയാണോ? ഒരു തള്ളൽ മാത്രമേ എന്തായാലും അല്ല നമുക്ക് സ്പൂൺ അല്ല വെയിറ്റ് ആക്കുക ഇതൊക്കെ ഇവിടെ നമ്മളെ സ്പൂൺ കണ്ട ഡ്രാഗൺ കണ്ട അത് കണ്ട അതൊക്കെ പൊട്ടിച്ചാരാ ആ സ്പൂൺ കണ്ട അത് നീയല്ലേ റാൻഡം ആ അതെ ഞാൻ തന്നെ സ്പൂൺ ഞാൻ ജിബി നമുക്ക് ലാസ്റ്റ് നമ്മൾ കോൺവെർസേഷനിൽ നമ്മൾ വർത്താനം പറഞ്ഞത് ഉണ്ട്. എന്ത് പറഞ്ഞ ഞാനാടാ ഇത് മൊത്തം പൊട്ടി എല്ലാം ആ അവസാനം ഞാൻ തന്നെ ആവുന്ന എനിക്കറിയായിരുന്നു എന്നിട്ട് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എടാ ഇവൻ ആ ടോമേ വാതിലിൽ അവിടുത്തെ ടോമേ ഞാൻ ഉള്ള പറയാ ജീബിനെ ഒരു വകക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറയട്ടെ ഒരു വകക്ക് വിശ്വസിക്കാൻ പറ്റില്ല ജിബിക്ക് ഓർമ്മയില്ലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പറഞ്ഞോട്ടെ നമ്മൾ ഇവിടെ നിന്ന് ഒച്ചൊന്നും കാര്യമില്ല. നമുക്ക് അത് true ആണ്. മേയറിന്റെ അടുത്തോട്ട് പോണം. മേയറിനെ കണ്ടുപിടിക്കും. അതിന് മേയറിനെ വന്ന് കാലം എത്ര കാലായി നിങ്ങൾ എല്ലാരും ഇത്രയും കാലം ഇവിടെ കിരീടവും വെച്ച് അവിടെ ആളെ നിർത്തിയിട്ട് ഇവിടെ കാണാനില്ല. എവിടെയാന്ന് ആദ്യം കണ്ടുപിടിക്കും. ഞാൻ അറിഞ്ഞിരിക്കുന്നത് എവിടെ ഇവിടെ എവിടെയോ വന്നിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല അങ്ങനെ ഒരാള് ജീവനോടെ ഉണ്ടോ? അങ്ങനെ ആളുണ്ടോ ചോദിച്ചോക്കട്ടെ ആള് ജീവനോടെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ഞാൻ ഈ വഴി കൂടെ പോവാം. എനിക്ക് ലെഫ്റ്റ് ഇതാണ്. വഴി അന്തവും ആ, ദാ ഇവിടെ ഉണ്ട്. ഇതന്ന് മാവിലല്ലേ ഇവിടെ കുറച്ച് റോക്കറ്റ് വന്നിട്ട് പോവോ? അല്ല സംഭവേ പണ്ട് ഒരാൾ ഒരു മാവേലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അന്ന് കൊടുത്ത മുണ്ട ഇതൊക്കെ കഴിയിച്ചില്ല. അല്ല നിങ്ങളെന്തി ഓണായിട്ട് മുണ്ടൊന്നുമില്ലാത്ത ഓണോ ഇത് ഓണം കഴിഞ്ഞ് ക്രിസ്മസ് അടുത്ത വർഷമായി. നമ്മുടെ മേയറ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതാണല്ലേ. Time travel ചെയ്ത് വന്നതാ. തനിമയില് ഇറങ്ങിയതാന്ന് തോന്നുന്നു. അല്ല മേയർ ഏതോ പുറം നാട്ടിലേക്ക് പോയി അല്ല, സമീ ഇതിപ്പോ യുകെയിലേക്ക് പോയത് ഞാനാ. പക്ഷെ മോഡേൺ ആയത് നിങ്ങളാ മൊത്തം. നിക്കറും ലാവൂസ് സ്കേർട്ടൊക്കെ ഇട്ട്
ഇത്രയും നേരം സ്കേറ്റിലേക്ക് അധികം ഡോക്ടർ നോക്കാതെ നമ്മള് സീരിയസ് ആയിട്ട് കാര്യം ഇല്ല ഞാൻ പറഞ്ഞത് ഇതെന്ത് എല്ലാവരും ഒന്നിച്ചെന്ത് സാധാരണ ഇങ്ങനെയൊന്നും നടക്കാറില്ലല്ലോ. ബാക്കിലോട്ടൊന്ന് നോക്കിക്കോ, മനസ്സിലാവും. കണ്ണാപ്പി മൊത്തത്തിൽ നിന്ന് കണ്ടിട്ട് എന്താണ് തോന്നിയത് ഇവിടെ? മൊത്തം ഒന്ന് കറങ്ങിക്കോ. സർവർ പിച്ചു എന്ന് മനസ്സിലായി. സിറ്റി നശിപ്പിച്ചു ആരോ. ഹോമം വേണം. എന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ എല്ലാരും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര സംശയരോഗ, എല്ലാവരും സംശയം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ല സംശയം. അവര് പെണ്ണിന്റെ അങ്ങനത്തെ സംഭവം അങ്ങനത്തെ അല്ല, അതല്ല 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 അതെ, അതല്ല അതെപ്പോഴും ഉണ്ട്. അത് ഈ ടോമിന് അത് അത് ടോമിന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. അവളെ കണ്ടപ്പോ തൊട്ട് അപ്പോഴും ബേക്ക് തുടങ്ങിയതാ. ലൗഡ് ഏത് ഓരോന്ന് പറഞ്ഞിട്ടാക്കി നീ. അല്ല ഇതിന്റെ ഇടയിൽ അവളെ പോയി കാണാനില്ല. അയ്യോ അയ്യോ നീ എന്തോന്നടി അതിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുന്നേ? ലൗസ കേറി പോരാട്ടാ. റാൻഡം വെള്ളത്തിൽ കൂടെ വന്ന് പിടിക്കും. റാൻഡ് ആരും കാണാതെ മുകളിലേക്ക് എങ്ങോ എങ്ങോ എവിടെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് മിസ്റ്റർ മേയർ, അതായത് നമുക്ക് എല്ലാവർക്കും സംശയമുള്ളത് ഇപ്പോ റാൻഡത്തിന്. ആ ആ കേക്കുണ്ട് പറഞ്ഞ എന്റെ കിങ്ങിണിക്ക് കൊടുത്തു. ഓക്കെ, അതായത് മേയർ, അതായത് നമ്മള് ലാസ്റ്റ് ടൈം ഞാനും സോപ്പല്ല ചിക്കനാണത്. ആ സംസാരിച്ചു ആ ഞാൻ അപ്പൊ ഞാനും ജിബി ഇങ്ങനെ സംസാരിച്ചോണ്ട് എടുക്കുന്ന ഇടയ്ക്ക് നമ്മുടെ റാൻഡം ആയിട്ടൊരു ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു ഫൈറ്റിന് ഇടയ്ക്ക് റാൻഡം പറഞ്ഞു ഞാൻ തന്നെ ഇത് മൊത്തം പറഞ്ഞായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു സംഭവം എല്ലാം പൊട്ടിച്ച അവനാണെന്ന് പറഞ്ഞു. ഇത് മൊത്തം പൊട്ടിച്ച് സ്പോൺ അടക്കം പൊട്ടിച്ചത് അവനാണെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ പൊട്ടിച്ചാണോ? ഞങ്ങളല്ല, നിന്റെ ഒറ്റ ആ കണ്ടില്ല കണ്ണാപ്പി സത്യം പറഞ്ഞില്ല. സത്യം അവന്റെ വായന കണ്ണാപ്പി കണ്ടാ. ഞാനൊന്നല്ല പിന്നെ ഇവന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, ഇതെന്റെ മുഖത്ത് നോക്കി. ഞാൻ ചങ്കറിക്കണേന്ന് വിചാരിച്ചിരുന്നു. കണ്ണാപ്പി ഞാൻ മുഖത്ത് നോക്കി പറയണേ. ഇത് ഞാനല്ല ഞാൻ ഇതിൽ ഇൻവോൾവ്മെന്റേ ഇല്ല കണ്ണാപ്പി. മുഖത്ത് നോക്കിയാ പറഞ്ഞേ. അല്ലാന്ന് ഇത് ചങ്കറിയതല്ലേ ഇപ്പേ? ചങ്ക ആര് ചങ്ക കുടിച്ചത്? ഡിസാസ്റ്റർ ഒന്നും അല്ല മിസ്റ്റർ. ഇത് man-made disaster ആണ്. Man-made disaster ആണിത്. കണ്ണാപ്പി Custom-made ഇതിന്റെ by randomized. മുത്തുമണി ലൗസ പറ. എല്ലാരും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കേണ്ടതാണ്. ഓക്കെ, അല്ല ഇവിടെ വേണ്ട കണ്ണാപ്പി ഒരു കാര്യം വേണ്ട. ഇവിടെ ഇപ്പൊ വായനോട്ടും മറ്റോ സംസാരം ഒന്നല്ല, സ്നേഹം ഒന്നല്ല. ഇവിടെ ഇപ്പൊ ഈ ഇഷ്യൂ ഇന്ന് ഈ ബിൽഡിംഗ് ബാക്കി പറഞ്ഞാ എനിക്ക് മനസ്സിലായി. ബാക്കി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഇത് മൊത്തം പൊട്ടിന്. പക്ഷെ റാൻഡത്തിന് മാത്രം ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വിഷം കുടിച്ച് തിന്നോ. അല്ല പിന്നെ പിന്നെ ആ കൂട്ടത്തിൽ ഈ ചളി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആപ്പടെ സംശയമുള്ളത് എന്റെ പൊണ്ണ് കണ്ണാപ്പി ഞാൻ അത് ചെയ്യോ? കണ്ണാപ്പി എന്റെ മുഖത്ത് നോക്കി പറ. ചോദിക്കാൻ കണ്ണാപ്പി എന്റെ മുഖത്ത് നോക്കി എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നുണ്ടോ? അതല്ലേ പറഞ്ഞേ. അവൻ ചെയ്ത തെറ്റ് മറക്കാനായിട്ട് അവൻ ചളി പറഞ്ഞ അവൻ മുക്കിക്കൊണ്ടിരിക്കാതെ. എന്റെ പൊണ്ണ് മാമന്റെ മോൻ പറ. ആ മാമന്റെ പോയ നല്ല വിശ്വാസമാണ്. മാമന്റെ പോയ നല്ല വിശ്വാസം കണ്ടാ. ഞാൻ പറഞ്ഞുതരാം. അന്ന് ലാസ്റ്റ് ദിവസം ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ മീറ്റ് ചെയ്ത ടൈമിൽ ഞാനും ടോമും കൂടെ ഇതുവഴി വരുമായിരുന്നു. അപ്പോഴത്തേക്കും റാൻഡം ഒരു കൊട്ട TNT കൊണ്ടിട്ട് നിന്റെ ആദ്യമേ പൊട്ടിച്ച നിന്റെ ആ ഒരു മാവേലിയാണ്. അപ്പത്തന്നെ തൃപ്തിയായി. ഓ ഞാൻ തന്നെയാണെന്ന് കണ്ണാപ്പിക്ക്. എന്നിട്ട് കണ്ണാപ്പി ഞാൻ കാര്യം പറയട്ടെ. ആ ടൈം ഇതുണ്ടാ ക്ലോക്ക് ടവർ ഉണ്ടോ? അത് അവിടെ ഇപ്പോഴും നിൽക്കുക. അത് GB ഉണ്ടാക്കിയതാ. അവിടെ ടെക്നോബ്ലേഡ് ഉണ്ട്, അതും GB ഉണ്ടാക്കിയതാ. അത് രണ്ടും അല്ലാണ്ട് ബാക്കിയുള്ള സാധനം ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പൊട്ടിച്ച മണ്ടനെ അത് പൊട്ടിക്കാനായിട്ട് അറിയത്തില്ല. കാര്യം അതിൽ ഫുള്ള് റെഡ് സ്റ്റോണാ. അവിടെ TNT വെച്ച് കഴിഞ്ഞാൽ അവനും കൂടെ പൊട്ടോന്ന് അല്ലല്ല കണ്ണാപ്പേണ്ട എത്രയും നല്ല എന്നെങ്ങാട്ടി ബുദ്ധിയാണെന്ന് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒന്നും അല്ലാട്ടത് മൊത്തത്തില്. ഞാൻ വിചാരിച്ച ചങ്കറായിരിക്കണേന്നാ. ആര് ചങ്ക്? ഇങ്ങനെയൊക്കെ ചങ്കറാവണം എങ്ങനെയാണ് ബ്രോ? അത് കാര്യം എന്താ? ഇതിപ്പോ ചങ്കറായ ഇത് എന്റെ ചങ്കറായ. അല്ല ഗൈസ് ഒരു മിനിറ്റ്. അല്ല ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്ത്. പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നത്. ടോമി നീയും അവളും കൂടെ എന്ത് പരിപാടി? എന്തോ കാര്യമായിട്ട് പറയണം. ഇല്ല അത് സംസാരിച്ചോട്ടെ. അടുത്ത നമുക്ക് അടുത്ത ഡിസ്കഷൻ ലൗസേ
മറ്റേ മറ്റേ കൈമ കെട്ടണ രാഗി ഉണ്ണരാ ടോമിനേറ്റ് കൊടുക്കണോട്ടോ. ഓണത്തിനിടയ്ക്ക് അങ്ങനെ നീ അല്ലാണ്ട് ആരെങ്കിലും മീറിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ടോമിനെ നിന്റെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടോളാം. ഇത് ഇനി ഒറ്റ ശരിയാക്കി എടുക്കാൻ പറ്റൂല, കാര്യം ഫുള്ള് പോയി. അതെ 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 GB ഉണ്ടാക്കി ഇപ്പൊ ഇവിടുത്തെ വിഷയം ടെക്നോബ്ലേഡ് ഞാൻ തന്നെ ആണല്ലോ. ഉണ്ടാക്കിയത്. നമ്മുടെ സിറ്റി നശിക്കുന്നതല്ലേ. ചേച്ചിയിൽ നിന്ന് തെന്നി മാറുന്നു. മാറുന്നു. ആ അതല്ല ടെക്നോപിള്ളേര് GBD അത് പൊട്ടിയിട്ടില്ല. അത് അതവൻ അതും GB-യുടെ ക്ലോക്ക് ടവർ അതും പൊട്ടിയിട്ടില്ല. അത് രണ്ടും അല്ലല്ല വെയിറ്റ് അതിന് മാത്രം വേണ്ട ഒരു കോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് എന്റെ ബിൽഡിംഗ്, എന്റെ ഷോപ്പ്, എന്റെ മാള്. അത് പൊട്ടിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? എന്താ ആ ലാവുസേ ഈ ടെക്നോ പിള്ളേരിനോട് എന്തോ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പ സില്ലു ഈ പന്നിത്തലേനാണോ ടെക്നോബ്ലേഡ്? എല്ലാം കൂടി തലമണ്ട ഈ റാൻഡോ എല്ലാരെയും മണ്ടയിൽ കൊണ്ടിടുവാണല്ലോ. കണ്ട എന്തോ എന്താ എന്നെ ഭയങ്കര എല്ലാവർക്കും ദേഷ്യാണ് കണ്ടാമ്പേ. സത്യം പറഞ്ഞാണ്ടവേ നിങ്ങളിങ്ങനെ ഒച്ചപ്പാടും ബഹളമാണെങ്കിൽ ഞാൻ തിരിച്ചു പോവാട്ടോ. blame ചെയ്തിട്ട് കാര്യമില്ല. അല്ല ഒരു മിനിറ്റ്, ഒരു പരിഹാരം അല്ല കണ്ടുപിടിക്കണം. അല്ല ഒരു മിനിറ്റ്, നീ പറഞ്ഞോടാ. ഒരു മിനിറ്റ് സ്വാമിയുടെ ആവോ. സാമിയാ സ്വാമി 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 സാമിയേ ഇവിടെ ഒരു ബോർഡ്, ബോടാ എവിടെ? മോളില് അവിടെ മോളില്. നിന്റെ കണ്ണിന് ഇത്രയും പോവാ. ഇതെന്ത് നിങ്ങളുടെ പ്രശ്നം മാറണമെങ്കിൽ ഡാമിലേക്ക് വരിക. എവിടെ നോക്കട്ടെ. വായിക്കാറിയില്ല ഞങ്ങൾക്കൊന്നും. നിങ്ങളുടെ പ്രശ്നം മാറണം. എല്ലാണോ വായിര്, എന്നിട്ട് ഞാൻ വായിക്കാം. മാറിക്ക്. നിങ്ങളുടെ പ്രശ്നം മാറണമെങ്കിൽ ഡാമിലേക്ക് വരിക. അതല്ലേ ഇപ്പൊ വായിച്ചത്? ഡാമില് അതിനെ ഡാമിലേക്ക് ഞാൻ വായിക്കട്ടെ. മാറിക്ക്. നിങ്ങളുടെ പ്രശ്നം മാറാൻ ഡാമിലേക്ക് വരുക. അതന്നെയല്ലേ എല്ലാരും വായിച്ചത്. ഇയാളെന്തോ മാറിയുന്നേ നിങ്ങൾ എല്ലാരും മാറിയുന്നേ. ഞാൻ സൂം ചെയ്ത് വായിച്ചു. നിങ്ങളുടെ പ്രശ്നം മാറാൻ പരിഹാരം കിട്ടിയെന്ന് മാറാൻ തോന്നുന്നു. ഡാമിലേക്ക് വരിക. അല്ല നിങ്ങളൊക്കെ അവിടെ സ്വാമി എന്തിനാ ഇവിടെ കയറിയിരിക്കണേ? സ്വാമിതാ ഞാൻ പറയുന്നോളാം. ഞാൻ സ്വാമിയാവാ. ഞാനാ ഞാൻ ഇത് എന്ത് ഇതാരാ? ഹലോ സാർ ആരാ? താങ്കളാരാ? മുരളീനെ പോലെ താങ്കളാരാ? പേരെന്താ? സ്വാമി ഞാൻ കുറച്ചധികം നാളുകളായി കാണുന്നു. അത് ഞങ്ങൾക്കും അറിയാം. അത് ഞങ്ങൾക്കും അറിയല്ലോ. ഇതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? സ്വാമി ആ ലെൻസ് രസമുണ്ട് കേട്ടോ. സ്വാമി ആ ലെൻസ് രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ലെൻസാ? ആ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട് കണ്ടോ. നിങ്ങളുടെ ഓരോ ബിൽഡിങ്ങും സാധനങ്ങളെല്ലാം പൊട്ടിച്ചത് ഞാനാ. ഓ ഇയാളായിരിക്കും. എനിക്ക് അപ്പഴേ അറിയായിരുന്നു ഇയാളാണ്. കൺഗ്രാറ്റുലേഷൻസ്. അല്ല പിന്നെ ഇത്രയും നേരം എന്നെയാ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ കേറി വന്നേ, ഇത് എന്റെ സ്ഥലമായിരുന്നു. നിങ്ങൾ ആരുടെ സ്ഥലം? ആറ് സ്ഥലം ഞാൻ എടാ ഒരുത്തനാണ് ഇയാളെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ഞാനാരേ കഴിയും. ഇത് മൊത്തം പൊളിച്ചത് എന്തിനാ? അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാമിജി അല്ല ഞാൻ. പിന്നെ അപ്പൊ താങ്കളുടെ പേരെന്താണ്? മിന്നൽ മുരളിയോ? പേരെന്താ പറയോ? താങ്കൾ സ്വാമി അല്ലെങ്കിൽ പിന്നെ താങ്കളുടെ പേര് ആസഹാനാണോ? ആരാ ഇയാള്? ഇയാളൊന്ന് മാറി അങ്ങോട്ട് മാറി അല്ല പിന്നെ താങ്കളോട് സ്വാമി നോമിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇയാള് പറഞ്ഞു സംസാരിക്കുക. സംസാരിക്കാ ആണ് പോരട്ടെ. എടാ ചുമ്മാരിടാ പറയട്ടെ. പറ പ്രാന്തം പിടിച്ചതിലൊക്കെ ചെയ്യും. മാറി ഉദ്ദേശിക്കുന്നേ ആർക്കാ ഇവിടെ പ്രശ്നമുള്ള? ആർക്കാ ഇവിടെ കുഴപ്പമുള്ള? അല്ല നിങ്ങൾ ഞങ്ങളുടെ സിറ്റിയിൽ ആരാന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ സിറ്റി ഞങ്ങളുടെ സിറ്റി കാലാകാലങ്ങളായിട്ട് ഞാനും എന്റെ കൂടെ ഉള്ളവരും ഇവിടെ നിൽക്കുന്നതാണ്. അല്ല ഈ കൂടുള്ളവരാരാ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അത് ഇത് പ്രേതം ഭൂതം വിളിച്ചോണ്ടിരുന്നെല്ലാം ആൾക്കാരാ. നിങ്ങൾ എല്ലാവരെയും പായിക്കാൻ വേണ്ടി സ്വാമിജിനെ വിളിച്ചു. കേസാട്ടോ. അവസാനം എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ജയിക്കേണ്ടി വന്നു. കാരണം ഇനി എന്താണെന്നറിയോ, എനിക്ക് ഇനി വേറെ എന്നെ ഇതെന്തോ വശമുള്ള കേസാ. എന്നിട്ട് വെയിറ്റ് ടോമേ ഇത് അഭിനയം, ഇത് കറക്റ്റ് അഭിനയാണ്. എല്ലാരും ഇവിടെ ഓടിക്കാൻ തന്നെ എന്റെ ഉദ്ദേശം. ഞങ്ങൾ നടക്കുള്ളൂ, ഓടൂല, ഞങ്ങൾ നടക്കുള്ളൂ. പോത്തില്ലായിക്കൊന്നുമില്ല, നിങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തി. എന്ത് കാരണം കൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയോ? എന്ത്
ഇങ്ങനെ ഈ തീരുള്ളോണ്ടല്ലേ തിരിഞ്ഞു നോക്കാം തേങ്ങയുള്ള തിരിഞ്ഞു നോക്കാൻ. തിരിഞ്ഞു നോക്കി ഡാം എല്ലാരും കണ്ടോ ഡാം പൊളി എന്താ എടേ, തിരിഞ്ഞു നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കണേ എല്ലാരും ബാക്ക് ഉണ്ടോ മോളോടാണ് കൂടെ ആർക്കാ ഇവിടെ പ്രശ്നമുള്ളേ? ആർക്കാ ഇവിടെ കുഴപ്പമുള്ള? കാലാകാലങ്ങളായിട്ട് ഞാനും എന്റെ കൂടെ ഉള്ളവരും ഇവിടെ നിൽക്കുന്നതാണ്. അല്ല ഈ കൂടുള്ളവരാരാ കൂടുള്ളവരാരാ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അത് ഇത് പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നതെല്ലാം.